ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്ന ബാഗ് ഈ മോഡൽ ലഞ്ച് ബാഗാണ്. ഇതാണ് മോഡൽ. ഇതിനകത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ചോറ് കൊണ്ടുപോകാനുള്ള ഒരു ബാഗാണ്. ഇതേപോലെ ഒരു ബാഗ് തയ്ക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരറ, ഇത് അകത്തൊരറയായിട്ട് ഉള്ള ബാഗാണ് ഇന്ന് ഞാൻ തയ്ക്കുന്നത്. അതിന് വേണ്ടത് 11 ഇഞ്ച് വീതി, ഫോട്ടോയിൽ കാണിച്ചത് 11 ഇഞ്ച് വീതി, 11 ഇഞ്ച് നീളം, 11 ഇഞ്ച് വീതി, 11 ഇഞ്ച് നീളം, 4 സൈഡ് ഒരുപോലെ 11ൻ്റെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ പോക്കറ്റാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടത് 11 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതിയിൽ ഒരു പീസ് അത് വെട്ടിയെടുക്കണം. പോക്കറ്റിൻ്റെ പീസ്. ഇനി വേണ്ടത് ഈ സൈഡ് പീസാണ്. ഇങ്ങനെ വരണം, ചുറ്റിനും വരണമുള്ള സൈഡ് പീസ് വരണത് ഇതിൽ 33 ഇഞ്ച് ഒരു പീസ് വേണം. അത് ഈ ഒരു പീസാണ് ഇങ്ങേറ്റം വരെ. ഇപ്പം ഇത്രയില്ല. പിന്നെ സിപ്പിനാണെങ്കിൽ സിപ്പ് വയ്ക്കേണ്ടതിന് 11 ഇഞ്ച് സിപ്പ് വയ്ക്കേണ്ട. ഈ ഫ്രണ്ടിൽ ഇതിന് സിപ്പ് വയ്ക്കേണ്ടത് 11 ഇഞ്ച് നീളം, 5 ഇഞ്ച് വീതി. 5 ഇഞ്ച് വീതി 11 ഇഞ്ച് നീളത്തിലാണ് സിപ്പ് വയ്ക്കേണ്ടത്. ബാക്കി ഈ ചുറ്റളവിന് വേണ്ടത് 33 ഇഞ്ച് നീളത്തിൽ ഒരു പീസാണ്, 5 ഇഞ്ച് വീതി. പിന്നെ ഇതിൽ വേണ്ടത് വള്ളിയാണ്. ഈ വള്ളി അതിൽ 14 ഇഞ്ച് വള്ളി, 14 ഇഞ്ച് നീളത്തിൽ 3 ഇഞ്ച് വീതി, 3 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതിയിൽ 2 വള്ളി. തച്ച് വരുമ്പോൾ 1 ഇഞ്ച് വരണം. ഇത്രയും സാധനം മതി ഇത് തയ്ക്കേണ്ടത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ മെറ്റീരിയൽ ഏതെന്ന് ചോദിച്ചാൽ നൈറ്റി മെറ്റീരിയലെല്ലാം ഞാൻ ഇത് തയ്ച്ചേക്കുന്നത്. നൈറ്റി മെറ്റീരിയൽ ഇതിനടിയിൽ ചാക്കാണ് ഇട്ടേക്കുന്നത്. ചാക്കിട്ട് ഇത് രണ്ടും കൂടെ ഒപ്പം വെട്ടിയിട്ട് തയ്ച്ച് വന്നിട്ട് നമുക്ക് ഇതിനകത്ത് കറുത്ത തുണിയിട്ട് ഇത് പിരുന്ന് വരാതിരിക്കാനായിട്ട് പൊതിഞ്ഞിങ്ങനെ തയ്ക്കാം. കറുത്ത തുണിയല്ല, ഏത് തുണിയായാലും വെച്ച് പൊതിഞ്ഞ് തയ്ച്ചാൽ മതി. ഇതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ചാക്കല്ല, അതല്ലെങ്കിൽ സ്പോഞ്ചും ഇട്ട് ലൈനിങ്ങും ഇട്ട് നമുക്ക് തയ്ക്കാം. സ്പോഞ്ച് നടുക്കിട്ട് ലൈനിങ്ങും ഇട്ട് വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം. ഇനിയിപ്പം നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് അടിയിലെ പീസ് മേലിൽ നല്ല മൂട വെച്ച് ചേർത്ത് തയ്ക്കാം. അതിനെല്ലാം ചേർത്ത് തയ്ച്ച് ഇട്ട് നമുക്ക് സിബ് വയ്ക്കാം. വേസ്റ്റിനെ വെട്ടിക്കളയണം. എല്ലാ പീസും ഇതുപോലെ ലൈനിങ് വെച്ച് തയ്ച്ചെടുക്കണം. പീസിൽ നമുക്ക് സിപ്പ് വയ്ക്കാം. ഇനി നമുക്ക് സിബ് വയ്ക്കാം. ഇത് പോക്കറ്റിൻ്റെ പീസാണ്. പോക്കറ്റിൻ്റെ പീസിലാണ് നമ്മൾ സിബ് വയ്ക്കണം.
പോക്കറ്റിൻ്റെ വലിയ സൈഡിലാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് പതിച്ചടിക്കണം. ഇനി മാർക്ക് ചെയ്തെടുക്കുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് 2 ഇഞ്ച്, 2 ഇഞ്ച്, ഇപ്പുറത്തോട്ട് 2 ഇഞ്ച്, ഇവിടെ നിന്ന് അങ്ങോട്ട് 2 ഇഞ്ച്, ഇവിടെ നിന്ന് 2 ഇഞ്ച് വള്ളി വയ്ക്കാനുള്ള അകലമാണ്. ഇനി വള്ളി വയ്ക്കാം. വള്ളി തയ്ക്കുമ്പോൾ 2-3 പ്രാവശ്യം തയ്ച്ചോളണം. അല്ലെങ്കിൽ ഇത് വെയിറ്റുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ വള്ളി അറ്റ് വരും. അതുകൊണ്ട് വള്ളി തയ്ക്കുമ്പോൾ 2-3 പ്രാവശ്യം തയ്ച്ചോളണം. ഇനി ഇതിൻ്റെ പോക്കറ്റിൻ്റെ പീസ്, സൈഡ് പീസ് നമ്മൾ ഈ പീസിൽ, വലിയ പീസിൽ വെച്ച് തയ്ക്കുകയാണ് ചെയ്യണം. അത് നല്ലതാക്കല്ല, പൊളിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇത് എല്ലാ വശത്തും അടിച്ച് വരണം. ഇതൊരു ലഞ്ച് ബോക്സിൻ്റെ ഒരു മോഡലാണ്. ഒരുപാട് മോഡലുണ്ട്. അത് നമുക്ക് ഇനി വരണ ക്ലാസ്സുകളിലെല്ലാം ഓരോ മോഡലുകൾക്ക് പറയാം. നല്ല നല്ല മോഡലുകളുണ്ട്. നല്ല എളുപ്പം തയ്ക്കാന്നുള്ളൊരു ബാഗാണിത്. വീട്ടിൽ ഇരുന്ന് തയ്ച്ച് കൊടുക്കണം പെണ്ണുങ്ങൾക്ക്. ഇത് നല്ലതാണ്. തയ്ച്ച് കടകളിൽ കൊടുക്കാം. സ്കൂള് തുറക്കുന്ന സമയത്ത് നല്ല സെയില്. ഇപ്പം ഒരു പീസ് മൊത്തം അടിച്ചെടുത്ത് ഇനി അവസാനത്തെ പീസ് വെച്ച് പണിയാണ്. ഇത് ഇത്ര അടിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു തുണി, എന്തെങ്കിലും കളറിലെ തുണി എടുത്ത് മൊത്തം പൊതിഞ്ഞ് ചുറ്റിനടിക്കണം. അല്ലെങ്കിൽ ഇത് വിരുന്ന് ഇളവും. അത് ഇളവാതിരിക്കാൻ വേണ്ടി ഇത് പൊതിഞ്ഞടിക്കണം. അതുകൊണ്ട് കഴിയുമ്പോൾ നമ്മൾ പണി തീർന്നു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്ക്കാനുള്ള ഒരു ബാഗാണ്. എല്ലാവരും ശ്രമിച്ചു നോക്കണം. തയ്യൽ അറിയാമെന്നുള്ളത് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ സുഖമായിട്ട് തയ്ക്കും. സാധാ മെഷീനിൽ തയ്ച്ചെടുക്കാമെന്നുള്ളതാണ്. വീട്ടിൽ ഇരുന്ന് ചെയ്യാം. ഇത് മൊത്തം നമ്മൾ തയ്ച്ച് ഇനി ഇതിലൊരു സൈഡിൽ തന്നെ ഇതുപോലെ അടിച്ച്, അപ്പോൾ നമ്മൾ ഈ ചാക്കിൻ്റെ ഇങ്ങനെ പിരിന്ന് വരണത് വരും. അപ്പോൾ അതിന് ഈ സൈഡും കൂടെ ഇത് ഏതെങ്കിലും തുണി, ഇത്തിരി വേസ്റ്റ് തുണിയുണ്ട്, നമുക്കിങ്ങനെ പൊതിഞ്ഞടിക്കാം. ഇത്രയും കൂടെ അടിച്ചാൽ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഇത് വിരുന്ന് വരില്ല. ഇങ്ങനെ അയലിൻ്റെ വർക്ക് കൂടെ വിരുന്ന് വരാതിരിക്കാനായിട്ട് ഇത് പൊതിഞ്ഞ് അടിക്കണം.
പൊതിഞ്ഞടിക്കുമ്പോൾ നല്ല ഇങ്ങനെ ഇതുപോലെ ഇരിക്കും. അപ്പം ഇത് ഇരുന്നിളകി വരില്ല. ഇത്രയും കൂടെ അടിച്ചാൽ മതി. അങ്ങനെ വേഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. ഇതെല്ലാം വെച്ച് ഇതിനെ മറിച്ച് അപ്പം നമ്മളെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് സിപ്പ് ഇടാം. സിപ്പിട്ട് വള്ളി ഫ്രണ്ടിലാറ സാധനമൊക്കെ വെച്ച് നിറച്ച് വരുമ്പോഴാണ് നല്ല ഷേപ്പായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ബെഞ്ച് ബാഗ് റെഡിയായി.